ബെർലിൻ എന്ന നഗരത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് യാത്ര നടത്തുകയാണ് കൈലി പ്രാട്ട് എന്ന അമേരിക്കൻ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ. യാത്രയിൽ അവളുടെ കൂടെ 4 വയസ്സുള്ള അവളുടെ മകൾ ജൂലിയുമുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയം ഉറങ്ങി എഴുന്നേറ്റ കൈലി അവളുടെ മകൾ ജൂലിയെ കാണാതാകുന്നു. ആ വിമാനത്തിൽ മുഴുവൻ തിരഞ്ഞിട്ടും അവളുടെ മകളെ കാണാൻ കഴിയുന്നില്ല. വിമാനത്തിൽ വെച്ച് ജൂലി എന്ന പെൺകുട്ടി കാണാതായ നിഗൂഢതകളും സസ്പെൻസ് നിറഞ്ഞ ഒരു മൂവിയാണ് 2005 പുറത്തിറങ്ങിയ അമേരിക്കൻ ത്രില്ലർ മൂവിയായിട്ടുള്ള ഫ്ലൈറ്റ് പ്ലാൻ. ബെർലിൻ എന്ന നഗരത്തിലെ ഒരു പ്രൊഫഷണൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയറാണ് ഈ കഥയിലെ നായിക കൈലി പ്രാട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൈലിയുടെ ഭർത്താവായ ഡേവിഡ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത്. കുറേയേറെ വർഷങ്ങളായിട്ട് കൈലി അവളുടെ മകൾ ജൂലിയും ഭർത്താവ് ഡേവിഡിൻ്റെ കൂടെ ബെർലിൻ എന്ന നഗരത്താണ് ജീവിച്ചു പോകുന്നത്. പക്ഷേ ഡേവിഡ് ജനിച്ചു വളർന്നതും അവൻ ജീവിച്ച നാടും അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഡേവിഡിൻ്റെ ബോഡി സംസ്കരിക്കുന്നതും അമേരിക്കയിൽ വെച്ചാണ്. അങ്ങനെ ഡേവിഡിൻ്റെ ബോഡി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൈലി തയ്യാറാവുകയാണ്. കൈലിയുടെ കൂടെ അവളുടെ 4 വയസ്സുള്ള മകൾ ജൂലിയെ കൊണ്ടുപോകാനായിട്ട് അവൾ തയ്യാറെടുക്കുകയാണ്. കൈലി അവളുടെ ഹസ്ബൻഡ് മരിച്ചത് മൂലമുള്ള ഒരു വിഷാദത്തിലും നിരാശയിലുമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആങ്സൈറ്റിയും അവളുടെ ഡിപ്രഷനും മാറാനായിട്ട് ഡോക്ടറുടെ കയ്യിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ അവൾ കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസത്തെയും പതിവ് പോലെ പോകുന്നതിന് തലേ ദിവസം അവൾക്ക് ആവശ്യമായ മരുന്നുകൾ അവൾ കഴിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആ നഗരത്തിലെങ്ങും വലിയ തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ്. പക്ഷേ കൈലി അവളുടെ മകൾ ജൂലിയെയും മരിച്ചുപോയ ഡേവിഡിൻ്റെ ഡെഡ് ബോഡിയും US കൊണ്ടുപോകണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അവളുടെ വീടിന് മുൻപിൽ വന്ന ടാക്സിയിൽ ജൂലിയെയും കൂട്ടിക്കൊണ്ട് അവൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എയർപോർട്ടിലെത്തിയ കൈൽ ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കുന്നതിന് വേണ്ടി ചെക്കിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ മകൾ ജൂലിയെ കാണാതാകുന്നത്. ഇത്രയും നേരം അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ മകൾ ജൂലി പെട്ടെന്നാണ് അവളുടെ അടുത്ത് നിന്ന് കാണാതായത്. അത് കാരണം തന്നെ ജൂലി പെട്ടെന്ന് പാനിക്കാവുകയാണ്. ആ എയർപോർട്ടിൽ ചുറ്റും നോക്കിയപ്പോൾ വിദേശത്തു നിന്ന് വന്നവരും പ്രായമായവരും അങ്ങനെ കുറച്ച് വയസ്സായവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലെങ്ങും അവൾക്ക് അവളുടെ മകൾ ജൂലിയെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ കൈൽ എയർപോർട്ടിലുള്ള എല്ലാ കടകളിലും എല്ലാ ഭാഗത്തും തപ്പിയപ്പോഴാണ് ജൂലി ഒരു ചെറിയ കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവൾ കാണുന്നത്. തൻ്റെ മകൾ ജൂലിയെ ഇത്രയും നേരം കാണാതായിട്ട് പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ കൈലിന് പെട്ടെന്ന് സന്തോഷവും പെട്ടെന്ന് തന്നെ ദേഷ്യവും വരികയാണ്. എയർപോർട്ടിൽ ഒരിക്കലും അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലെന്ന് ദേഷ്യപ്പെട്ട് കൈൽ ജൂലിയോട് പറയുകയാണ്. കൈൽ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന വിമാനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൈൽ ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റ് എഞ്ചിനീയറാണ്. ഇന്നവൾ യാത്ര ചെയ്യാൻ പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്തതും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേർക്കും ബോർഡിംഗ് പാസ് ലഭിക്കുകയാണ്. ആ ഫ്ലൈറ്റിൽ എല്ലാവരും കയറുന്നതിന് തൊട്ട് മുൻപ് ആദ്യമേ കയറുന്നതും കൈലും ജൂലിയുമാണ്. കൈൽ ജൂലിയെ വിൻഡോ സീറ്റിനടുത്ത് തന്നെ ഇരുത്തുകയാണ്. ആ വിൻഡോയിലൂടെ ജൂലി വെളിയിലേക്ക് നോക്കുമ്പോൾ അവൾ ആ വിൻഡോയിലേക്ക് അവളുടെ ശ്വാസം ഇടുകയാണ്. അവളുടെ ശ്വാസം തട്ടിയ ആ ഒരു ഈർപ്പത്തിൽ അവളൊരു ചെറിയ ഹാർട്ടിൻ്റെ പടം വിരലുകൊണ്ട് വരയ്ക്കുകയാണ്. അവൾ വരച്ച ആ ഒരു ഹാർട്ടിൻ്റെ പടം കയ്യിൽ സൂക്ഷിച്ച് നോക്കി വെക്കുന്നുണ്ട്. കൈൽ അവളുടെ മകൾ ജൂലിയെ സൈഡിൽ ഇരുത്തിയതിന് ശേഷം ആൾക്കാരെല്ലാം കയറുന്നതിന് മുൻപായിട്ട് അവൾ അവളുടെ സീറ്റിൽ തന്നെ കിടന്നൊന്ന് ഉറങ്ങുകയാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇന്നേക്ക് വരെ അവളൊന്നും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങി എഴുന്നേറ്റ കൈൽ അവളുടെ മകൾ ജൂലി ഇരുന്ന സീറ്റിലേക്ക് നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. കൈൽ ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനോടെല്ലാം അവളുടെ മകൾ ജൂലിയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവരാരും തന്നെ കൈലിൻ്റെ കൂടെ അങ്ങനൊരു പെൺകുട്ടി ഇരുന്നത് കണ്ടില്ല. തൻ്റെ മകളെ കാണാതെ പരിഭ്രമത്തോടെ ഇരുന്ന കൈൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരു എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ മകളെ കാണാതായ കാര്യം പറയുകയാണ്. 4 വയസ്സുള്ള കുട്ടിയല്ലേ, ആ ഫ്ലൈറ്റിൽ എവിടെയെങ്കിലും മറ്റു ചില കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായിരുന്നു ആ എയർ ഹോസ്റ്റസ് കൊടുത്ത മറുപടി. കൈൽ ആ ഫ്ലൈറ്റിൻ്റെ എല്ലാ ഭാഗത്തൂടെ എഴുന്നേറ്റ് നടക്കുകയാണ്. ഫ്ലൈറ്റിലെ ഇക്കണോമിക് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും കയറി ചെന്നിട്ട് തൻ്റെ മകളെ അന്വേഷിക്കുന്നു. പക്ഷേ അവിടെ എങ്ങും ജൂലി അവൾ കാണുന്നില്ല. സമയം കൂടുന്തോറും കൈലിന് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകളെ കാണാതായത് തനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ച് അവൾ പിന്നീടും അവളിരുന്ന സീറ്റിനടുത്തേക്ക് ചെല്ലുകയാണ്. അവരുടെ ആ സീറ്റ് ഉണ്ടായിരുന്ന ആ ഒരു റോയിലും ആ സീറ്റിൻ്റെ അടിയിലും എല്ലായിടത്തും ജൂലിയെ നോക്കുന്നുണ്ടെങ്കിലും ജൂലി അവൾ കാണുന്നില്ല. കൈൽ അങ്ങനെ അവൾ കിടന്നിറങ്ങിയ ആ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് പൊക്കി നോക്കുമ്പോൾ ജൂലിക്ക് ഇഷ്ടപ്പെട്ട അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെഡി ബിയർ ആ ബ്ലാങ്കറ്റിനടിയിലുണ്ടായിരുന്നു. പക്ഷേ ജൂലിയെ മാത്രം കാണുന്നില്ല. എന്ത് സംഭവിച്ചതായിരിക്കും എന്നുള്ള നിരാശയിലാണ് കൈൽ. കാരണം അത്രയും വലിയൊരു ഫ്ലൈറ്റിൽ കയറിയിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ജൂലിയെ കാണാതാവുക എന്ന് പറയുന്നത് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ജൂലി എന്ന പെൺകുട്ടിയെ അവൾ എവിടെ പോയാലും
അവളുടെ കയ്യിൽ ആ ഒരു ടെഡി ബെയർ ഉണ്ടാവുന്നതാണ്. ആ ടെഡി ബെയർ ഇല്ലാതെ അവൾ എങ്ങോട്ടും പോകാറില്ല. അതുകൊണ്ട് ജൂലിക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് കൈൽ ആ ഫ്ലൈറ്റിൻ്റെ സീനിയർ എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള സ്റ്റെഫനി എന്ന സ്ത്രീയെ കാണുകയാണ്. തൻ്റെ മകളെ കാണാതായ കാര്യവും എല്ലാവരും ജൂലിക്ക് വേണ്ടി ഒന്ന് അന്വേഷിക്കണമെന്ന കാര്യവും കൈൽ സ്റ്റെഫനിയോട് പറയുന്നു. സ്റ്റെഫനി ഉടൻ തന്നെ ആ ഫ്ലൈറ്റിലെ ഇൻ്റർകോം വഴി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ജൂലി എന്ന പെൺകുട്ടിക്ക് വേണ്ടി അന്വേഷിക്കണമെന്ന് പറയുകയാണ്. 4 വയസ്സ് മാത്രം പ്രായമുള്ള ജൂലി എന്ന പെൺകുട്ടിയെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റെഫനി കൈലിനെ വിളിച്ചു വരുത്തി. കൈലിനോട് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് സ്റ്റെഫനി പറഞ്ഞത്. അവരുടെ കയ്യിലുള്ള ആ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ലിസ്റ്റിൽ ജൂലി എന്ന് പറയുന്ന ആ 4 വയസ്സുള്ള പെൺകുട്ടി ഇല്ല. അങ്ങനെ ഒരു പേര് തന്നെ ആ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തവരുടെ ലിസ്റ്റിലില്ല. ഇത് കേട്ടപ്പോൾ കൈലിന് ശരിക്കും കൺഫ്യൂഷൻ വന്നു. കാരണം ആ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ജൂലി അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ബോർഡിംഗ് ലിസ്റ്റിൽ നിന്ന് അവളുടെ പേര് തന്നെ ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ കൈലിന് നല്ല രീതിയിൽ ഉറപ്പായിരുന്നു ജൂലി അവളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അവൾക്കതങ്ങനെ വെറുതെ പറയാനും പറ്റത്തില്ല. കാരണം അവരുടെ ബോർഡിംഗ് ലിസ്റ്റിൽ ആ പെൺകുട്ടിയുടെ പേരില്ല. അവളിനി എന്ത് തന്നെ പറഞ്ഞാലും അവിടെയുള്ള ആൾക്കാർ ആരും തന്നെ വിശ്വസിക്കാൻ പോകത്തില്ല. അതുകൊണ്ട് അവളുടെ കൂടെ ജൂലി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായിട്ട് കൈൽ ജൂലിയുടെ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് അവളുടെ സീറ്റിനടുത്തേക്ക് പോയി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പെട്ടിയിലും സീറ്റിനടിയിലുണ്ടായിരുന്ന കവറിലുമെല്ലാം നോക്കിയിട്ടും ജൂലിയുടെ ബോർഡിംഗ് പാസ് അവൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഫ്ലൈറ്റിൽ ബാഗൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു സ്റ്റോറേജ് ഏരിയയിൽ ജൂലിയുടെ ബാഗ് നോക്കുമ്പോൾ അവളുടെ ബാഗും അതിൽ കാണുന്നില്ല. ആ ഒരു ബാഗ് ജൂലി ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ല. കാരണം ആ ഒരു സ്റ്റോറേജ് സ്പേസ് അത്രയും ഉയരത്തിലാണ്. അവൾക്ക് എഴുന്നേറ്റ് അവളുടെ കൈ എത്തുന്ന ദൂരത്തിലല്ല ആ ഒരു സ്റ്റോറേജ് സ്പേസ്. ജൂലി വെറും 4 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ആ ഉയരത്തിൽ എത്താൻ കഴിയത്തില്ല. ഇതേ സമയത്താണ് ജീൻ കാർസൺ എന്ന ഒരു സ്കൈ മാർഷൽ അവളെ ശ്രദ്ധിച്ചത്. അവൾ ജോലിക്ക് വേണ്ടി ആ ഫ്ലൈറ്റിലെ എല്ലാ സീറ്റുകളും നോക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റിലെ സ്കൈ മാർഷൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഒരു ഫ്ലൈറ്റിലെ ആണ്ട് ബോഡി ഗാർഡാണ്. ആ ഫ്ലൈറ്റിലെ പാസഞ്ചറിൽ ഒരാളായിട്ട് തന്നെയാണ് സ്കൈ മാർഷൽ ട്രാവൽ ചെയ്യുന്നത്. ഒരു സാധാരണക്കാരനായിട്ട് മാത്രം അവരുടെ ഇടയിലിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഫ്ലൈറ്റിൽ ഹൈജാക്കോ ഇല്ലെങ്കിൽ ഒരു ക്രൈമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു വ്യക്തിയാണ് സ്കൈ മാർഷൽ. അങ്ങനെ ഒരു സ്കൈ മാർഷലാണ് ഈ ഫ്ലൈറ്റിലെ ജീൻ കാർസൺ. കൈൽ ജോലിക്ക് വേണ്ടി തിരയുമ്പോൾ ജീൻ കാർസൺ എന്ന അയാൾ കൈലിന് തൊട്ടുപുറകിൽ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൈൽ ഒരു കാര്യം സ്റ്റെഫനിയോട് ആവശ്യപ്പെട്ടു. ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മാർക്കസ് റിച്ചിനെ അവൾക്ക് കാണണം. തൻ്റെ മകൾ നഷ്ടപ്പെട്ടെന്നും അവൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തണമെന്നുള്ള ആവശ്യം പറയാനായിട്ടായിരുന്നു മാർക്കസ് റിച്ചിനെ കാണണമെന്ന് അവൾ പറഞ്ഞത്. മാർക്കസ് എന്ന ക്യാപ്റ്റൻ ജൂലി എന്ന ആ പെൺകുട്ടിയുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു. എയർ ഹോസ്റ്റസ് ആയ സ്റ്റെഫനിയോട് കാര്യം ചോദിച്ചപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ഫ്ലൈറ്റിലെ ഡീറ്റെയിൽസും അതിൻ്റെ ലിസ്റ്റും അനുസരിച്ച് ജൂലി എന്നൊരു പെൺകുട്ടി നമ്മുടെ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടില്ല. ഇതുകൂടെ കേട്ടപ്പോൾ ക്യാപ്റ്റന് കൈലിൻ്റെ മേൽ ഒരു സംശയം തോന്നി. കൈലിനോട് അയാൾ നേരിട്ട് ചോദിച്ചു അവൾ ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലോ ആണോ എന്ന്. കൈൽ അവളുടെ ഹസ്ബൻഡ് ഡേവിഡ് മരിച്ചത് കാരണം ചില ഡിപ്രഷനിലും ആങ്സൈറ്റിയിലുമായിരുന്നു കടന്നുപോയത്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു അവൾ ഇത്രയും നാൾ എടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ കൂടുതൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും നടത്തിയിട്ടില്ല എന്ന് കൈൽ ആ ക്യാപ്റ്റനോട് പറയുകയാണ്. അവളുടെ ഹസ്ബൻഡ് ഡേവിഡ് എങ്ങനെയാണ് മരിച്ചതെന്ന് മാർക്കസ് കൈലിനോട് ചോദിച്ചു. 6 ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് കാൽ വഴുതി താഴെ വീണാണ് മരിച്ചതെന്ന് കൈൽ അദ്ദേഹത്തോട് പറഞ്ഞു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം വിചാരിച്ചത് അയാളുടെ മരണം ഒരു സൂയിസൈഡ് ആയിരുന്നു എന്നാണ്. പക്ഷേ കൈൽ മാത്രം അത് വിശ്വസിച്ചില്ല. ഡേവിഡ് അങ്ങനെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ മാത്രം അയാൾക്ക് യാതൊരു കാരണങ്ങളുമില്ല. കൈൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള മാർക്കസിനും ആ ഫ്ലൈറ്റിലുള്ള മറ്റ് സ്റ്റാഫുകൾക്കും ചില സംശയങ്ങൾ കൈലിന് മേൽ ഉണ്ടാകാൻ തുടങ്ങി. 6 ദിവസം മുൻപ് കൈലിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അയാളുടെ വേർപാട് വലിയൊരു ഡിപ്രഷനും ആങ്സൈറ്റിയിലുമാണ് അവളെ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവൾക്ക് US-ലേക്ക് ഈ ഒരു യാത്ര നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾ ജൂലിയെ അവൾ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു തോന്നൽ മാത്രമായിരിക്കാം. ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആ ക്യാപ്റ്റനും അവരുടെ സ്റ്റാഫും ഇങ്ങനൊരു നിഗമനത്തിലെത്തുകയാണ്. അവരിങ്ങനൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും കൈലിന് ഒരു കാര്യം മാത്രമായിരുന്നു അവരോട് എല്ലാവരോടും പറയാനുണ്ടായിരുന്നത്. ഫ്ലൈറ്റിൻ്റെ എല്ലാ മൂലയിലും ഫ്രണ്ട് മുതൽ അവസാനം വരെ ജൂലിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് അന്വേഷിക്കണം. ക്യാപ്റ്റൻ മാർക്കസ് പക്ഷേ അവൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. എങ്കിലും അദ്ദേഹം ആ ഫ്ലൈറ്റിലെ സ്റ്റാഫുകളോട് ഫ്ലൈറ്റിൻ്റെ എല്ലാ മൂലയിലും തിരച്ചിൽ നടത്താനായിട്ട് ഉത്തരവിട്ടു. രാത്രി ആയതുകൊണ്ട് ആ ഫ്ലൈറ്റിലെ എല്ലാ ക്യാബിനിലെയും ലൈറ്റുകൾ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം തന്നെ പെട്ടെന്ന് അവർ ഓണാക്കി. അതിനുശേഷം എല്ലാ പാസഞ്ചേഴ്സിനോടുമായിട്ട് അവർ ഇരിക്കുന്ന അതേ സീറ്റിൽ തന്നെ ഇരിക്കാനായിട്ട് ഒരു സ്റ്റാഫ് ഉത്തരവിട്ടു. സ്റ്റെഫനി എന്ന അവരുടെ ചീഫ് എയർ ഹോസ്റ്റസ് ഫ്ലൈറ്റിൻ്റെ എയറോണിക് സെക്ഷനിലേക്ക് ചെന്ന് അവിടെ ആ കുട്ടിക്ക് വേണ്ടി തിരഞ്ഞു.
പക്ഷേ ജൂലിയെ അവിടെ എങ്ങും അവൾ കണ്ടില്ല. അതുപോലെ തന്നെ സ്റ്റാഫിലെ എല്ലാ അംഗങ്ങളും ആ കുട്ടിക്ക് വേണ്ടി അവിടെ തെരച്ചിൽ നടത്തുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കയ്യിൽ ഒരു ഈജിപ്തുകാരനെ ആ പാസഞ്ചർ സീറ്റിൽ ശ്രദ്ധിച്ചത്. ആ ഈജിപ്തുകാരനെ കണ്ടപ്പോൾ കയ്യിൽ ഒന്ന് സംശയത്തോടെ അയാളുടെ അടുത്ത് പോയി നിന്നു. അതിനുശേഷം കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് പറഞ്ഞു, ആ ഈജിപ്തുകാരനെ അവൾ എവിടെയോ വെച്ച് കണ്ട ഒരു ഓർമ്മയുണ്ട് എന്ന്. ആ ഈജിപ്തുകാരനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് അറിയാനായിട്ട് അവൾ പരമാവധി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടെൻഷനിൽ അവൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കയ്യിൽ ആ ക്യാപ്റ്റനോട് മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടു. ഫ്ലൈറ്റിൻ്റെ കാർഗോ സെക്ഷനിലും അവളുടെ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തണം. ഇതുകൂടെ കേട്ടപ്പോൾ ക്യാപ്റ്റൻ മാർക്കസിന് അയാളുടെ കൺട്രോൾ പോയി. കയ്യിൽ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് വേണ്ടി ഈ ഫ്ലൈറ്റിലെ പാസഞ്ചർ സീറ്റുകൾ എല്ലാം തന്നെ അവർ തെരച്ചിൽ നടത്തി. ഇനി കാർഗോ സെക്ഷനുകൂടെ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് ക്യാപ്റ്റൻ മാർക്കസ് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അയാൾ ദേഷ്യപ്പെട്ട് കയ്ലിനോട് പറഞ്ഞു, ഈ ഫ്ലൈറ്റിൽ 100ഓളം പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നുണ്ട്. അവർക്കും വേണ്ടി കൂടെയാണ് നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫിനെ നിയമിച്ചിരിക്കുന്നത്. കുറച്ച് സമയങ്ങളായിട്ട് ആ സ്റ്റാഫുകളെല്ലാം തന്നെ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മാത്രം തെരച്ചിൽ നടത്തുകയാണ്. ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റാഫിന് ഇപ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതാണ്. ആ കുട്ടിയുടെ പേര് ബോർഡിംഗ് ലിസ്റ്റിൽ പോലുമില്ല. ആ കുട്ടി ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. കയ്യിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. പെട്ടെന്നാണ് കയ്ലിന് ഓർമ്മ തിരിച്ചു കിട്ടിയതുപോലെ അവൾ ആ ഈജിപ്തുകാരൻ്റെ അടുത്തേക്ക് ഓടി ചെന്നത്. അയാളുടെ അടുത്ത് ചെന്നത് കയ്യിൽ അയാളുടെ കോളറിന് കയറി പിടിക്കുകയാണ്. കയ്യിൽ അതിനുശേഷം എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇയാളാണ് എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതിന് കാരണം തലേദിവസം രാത്രി ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഹോട്ടലിലെ മുറിയിൽ ഇയാളും ഉണ്ടായിരുന്നു. അയാളുടെ ഹോട്ടൽ മുറിയിലെ ജനലിൽ നിന്ന് എൻ്റെ മകൻ്റെ മുറിയിലേക്ക് അയാൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കയ്യിൽ ഓർത്തെടുത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ ആ ഈജിപ്തുകാരനൊന്നും അംഗീകരിച്ചില്ല. അയാളുടെ നേരെ ഇങ്ങനൊരു തെറ്റായ ആരോപണം നടത്തിയത് അയാൾക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അയാൾ അയാളുടെ ബാഗിലുണ്ടായിരുന്ന തലേദിവസം അയാൾ താമസിച്ച ഹോട്ടലിൻ്റെ റിസീപ്റ്റും എടുത്ത് കാണിച്ചു. അത് കയ്യിൽ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിനെ തൊട്ടടുത്ത് പോലുമല്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ കയ്യിൽ അവളുടെ മകൾ നഷ്ടപ്പെട്ട ആ നിരാശയിൽ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അയാൾ തന്നെയാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയെന്ന് പിന്നീടും കയ്യിൽ ഉറക്കെ പറഞ്ഞു. അതിനുശേഷം അയാളുമായിട്ട് അവൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ആ ഒരു വഴക്ക് അടിയിലേക്ക് വരെ എത്തുകയാണ്. അവിടെ അടികൂടിയിരുന്ന അവളെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം പിടിച്ചു വലിച്ചു മാറ്റി. ജീൻ കാർസൺ എന്ന ആ സ്കൈ മാർഷൽ പെട്ടെന്ന് കയ്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ എല്ലാവരും തന്നെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി നിന്റെ ഹസ്ബൻഡ് മരിച്ചത് എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ കുറച്ചു നേരം മാത്രമായിരുന്നു നിന്റെ കൂടെ നിന്നത്. ആ എനിക്ക് പോലും നിന്റെ കൂടെ നിന്നപ്പോൾ ഒന്ന് വിമാനത്തിൽ നിന്ന് എടുത്തു ചാടാൻ വരെ തോന്നുകയാണ്. കയ്ലിനെതിരെ അങ്ങനെ ഒരു വേവലാതിയായിരുന്നു ജീൻ കാർസൺ പറഞ്ഞത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി. ക്യാപ്റ്റൻ മാർക്കസിന് ബെർലിനിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടി. ആ ഹോസ്പിറ്റലിലെ മെസ്സേജ് അനുസരിച്ച് അതിൽ പറയുന്നത് കയ്ലിൻ്റെ ഹസ്ബൻഡ് ഡേവിഡ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി മരിച്ചപ്പോൾ അയാളുടെ കൂടെ അവരുടെ മകൾ ജൂലിയും ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചപ്പോൾ ഡേവിഡ് മരണപ്പെട്ടതിൻ്റെ കൂടെ തന്നെ ജൂലിയും മരണപ്പെട്ടിരുന്നു. ഇൻറ്റേർണൽ ഇഞ്ചുറി മൂലമാണ് അവൾ മരണപ്പെട്ടതെന്നാണ് ആ ഹോസ്പിറ്റൽ വിവരത്തിലുണ്ടായിരുന്നത്. ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ക്യാപ്റ്റൻ മാർക്കസിനും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനുമെല്ലാം കയ്ലിന് നേരെ സംശയം തോന്നുകയാണ്. കയ്ലിന് ഇപ്പോൾ അവളുടെ മനസ്സ് ശരിയല്ല. തൻ്റെ ഭർത്താവും കുഞ്ഞും മരിച്ചത് മൂലം ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് കയ്ൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്നിട്ടും കയ്ൽ അവർ പറഞ്ഞ വാക്കുകളെയെല്ലാം എതിർത്തു. അവൾ പിന്നീടും തറപ്പിച്ച് പറയുകയാണ്, ജൂലിയ ജീവനോട് തന്നെയുണ്ട്. അവൾ ഈ ഫ്ലൈറ്റിൽ കയറിയിരുന്നു, അതും എൻ്റെ ഒപ്പം തന്നെ കയറിയിരുന്നുവെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവളുടെ ഈ വാക്കുകൾ കേട്ടാൽ എല്ലാവർക്കും അവളുടെ ദേഷ്യവും അവളുടെ സഹതാപവും അതിനൊപ്പം തന്നെ തോന്നുന്നുണ്ട്. ആ ഫ്ലൈറ്റിൻ്റെ സ്കൈ മാർഷലായിട്ടുള്ള ജീൻ കാർസണ് ഒരു കാര്യം മനസ്സിലാവുകയാണ്. ഇവളെ ഈ ഫ്ലൈറ്റ് ഇനിയും നിർത്തിക്കഴിഞ്ഞാൽ കൂടെയുള്ള പാസഞ്ചേഴ്സിന് വരെ ഒരു ഭീഷണിയായിരിക്കും. അതുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങുകൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ കെട്ടി അവളുടെ സീറ്റിൽ തന്നെ അവളെ ഇരുത്തുകയാണ്. ആ ഫ്ലൈറ്റിൽ ആ പാസഞ്ചേഴ്സിനിടയിൽ ലിസ എന്ന് പറയുന്ന ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. കയ്യിലിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം ആ സ്ത്രീ വന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ലീസ പറഞ്ഞ കാര്യങ്ങളും അവളുടെ ആ വാക്കുകളും കേട്ടപ്പോൾ പിന്നീട് കയ്ലിന് പോലും അവളെ തന്നെ സംശയം തോന്നിപ്പോയി. അവൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും തൻ്റെ മകൾ മരിച്ചു കാണുമെന്നുള്ള സത്യാവസ്ഥയിലേക്ക് അവൾ നീങ്ങാൻ തുടങ്ങി. അവളുടെ മകൾ മരണപ്പെട്ടുവെന്ന് അവളിപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വിഷമത്തോടെ ആ വിൻഡോ സീറ്റിന് സൈഡിൽ ചാരിയിരുന്നപ്പോഴാണ് ആ ജനലിൽ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ജൂലി എന്ന പെൺകുട്ടി ഒരു ഹാർട്ടിൻ്റെ പടം അവിടെ വരച്ചു വെച്ചിരുന്നു. ആ ഒരു ഹാർട്ടിൻ്റെ പടം ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുമാത്രമല്ല, ആ വരച്ചു വെച്ച ഹാർട്ട് അത് ശരിക്കുമുള്ളതാണ്.
അവളുടെ തോന്നലല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഈ ഫ്ലൈറ്റിൽ എന്തൊക്കെയോ നിഗൂഢതകൾ നീങ്ങുന്നുണ്ടെന്ന് കൈലിന് തോന്നി. അവളുടെ മകൾ ജൂലി മരണപ്പെട്ടു എന്നായിരുന്നു അവൾ വിശ്വസിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ഒരു ഹാർട്ടിൻ്റെ പടം കണ്ടപ്പോൾ അവൾ ആ വിശ്വാസം മാറ്റി. അവൾ പെട്ടെന്ന് തന്നെ ലിസ എന്ന തെറാപ്പിസ്റ്റിനോട് അവൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഫ്ലൈറ്റിലെ ആ ബാത്റൂമിൽ കയറിയപ്പോൾ കൈൽ ആദ്യമായി ചെയ്തത് ആ ബാത്റൂമിന് തൊട്ടുമുകളിലുള്ള ഒരു റൂഫ് തള്ളി തുറന്ന് തൊട്ടുമുകളിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് അവൾ കയറി ചെന്നു. ആ ഒരു കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഫ്ലൈറ്റിൻ്റെ മറ്റൊരു ഇലക്ട്രോണിക് സെക്ഷനായിരുന്നു. അവിടെ കയറിയതിനു ശേഷം അവൾ അവിടെയുള്ള കുറേ ഇലക്ട്രിക്കൽ വയറുകളെല്ലാം ഊരി മാറ്റി കുത്തുകയാണ്. അവളങ്ങനെ ഇലക്ട്രോണിക് സെക്ഷനിലെ ആ വയറുകൾ ഊരി മാറ്റി കുത്തിയപ്പോൾ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന പാസഞ്ചർ സീറ്റിന് തൊട്ട് മുകളിലുണ്ടായിരുന്ന ഓക്സിജൻ മാസ്കും ആ ഫ്ലൈറ്റിനുള്ളിലെ ലൈറ്റ് കണക്ഷനും എല്ലാം പെട്ടെന്ന് തകരാറിലായി. അകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ മുൻപിൽ ഓക്സിജൻ മാസ്ക് എല്ലാം ചാടി വീണപ്പോൾ അവരെല്ലാവരും വെപ്രാളപ്പെടാൻ തുടങ്ങി. പക്ഷേ ജീൻ കാർസണ് കാര്യം മനസ്സിലായി. ഇങ്ങനൊരു അവസ്ഥ വരുത്തിയത്, ഈ ഒരു പരിപാടി ഒപ്പിച്ചത് കൈൽ ആണെന്നാണ്. പാസഞ്ചേഴ്സ് എല്ലാവരും പരിഭ്രാന്തിയിലാണ്. ഇതുതന്നെയാണ് പറ്റിയ സമയം. ഈ ഒരു സമയം മുതലാക്കി കൈൽ ആ ഫ്ലൈറ്റിൻ്റെ കാർഗോ സെക്ഷനിലേക്ക് ആരും അറിയാതെ ഓടിക്കയറി. കാർഗോ സെക്ഷനിൽ വെച്ച് കൈലിൻ്റെ ഹസ്ബൻഡ് ഡേവിഡിൻ്റെ ശവപ്പെട്ടി അവൾ കാണുകയാണ്. ഒരു നമ്പർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത ഒരു ശവപ്പെട്ടിയായിരുന്നു അത്. ജൂലിയ ആ ശവപ്പെട്ടിക്കുള്ളിൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചാണ് അവൾ ആ ശവപ്പെട്ടി തുറന്നത്. പക്ഷേ ഡേവിഡിൻ്റെ ഡെഡ് ബോഡി മാത്രമേ അവൾ അതിൽ കണ്ടുള്ളൂ. തൻ്റെ മകൾ അതിൽ കാണുമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയ അവൾക്ക് നിരാശയാണ് ഉണ്ടായത്. അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള സംശയത്തിലാണ് കൈൽ. അപ്പോഴാണ് കാർഗോ സെക്ഷനിലേക്ക് കയറി വന്ന കാർസൺ അവളെ കാണുന്നത്. ഉടൻ തന്നെ അവളുടെ കൈ പിടിച്ചു കെട്ടിയിട്ട് അവളെ തിരികെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ കൂടെ കാർസൺ മറ്റൊരു കാര്യം കൂടി അവളോട് പറയുകയാണ്. നമ്മുടെ ഈ ഫ്ലൈറ്റ് ഉടൻ തന്നെ ഗൂസ് ബേ എയർപോർട്ടിൽ ഒരു എമർജൻസി ലാൻഡ് ചെയ്യും. അവിടെ വെച്ച് വേണ്ടപ്പെട്ട അധികാരികളെല്ലാം നിന്നെ കസ്റ്റഡിയിൽ എടുത്തോളൂ. അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ കൈകൾ കെട്ടിവെച്ച് അവളുടെ സീറ്റിനടുത്തേക്ക് കാർസൺ കൊണ്ടുപോവുകയാണ്. കൈലിയുടെ ഈ ഒരു പ്രവൃത്തിയെ കളിയാക്കുന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. അവൾ അവളുടെ സീറ്റിലേക്ക് നടന്നു പോകുമ്പോൾ എല്ലാവരും അവളെ തുറിച്ചു നോക്കുന്നുണ്ട്. ആ ഒരു ഈജിപ്തുകാരനും ദേഷ്യത്തോടെ അവളെ സൂക്ഷിച്ചു നോക്കുകയാണ്. ബാക്ക് റോയിലുള്ള ഒരു സീറ്റിലേക്ക് കാർസൺ അങ്ങനെ അവളെ ഇരുത്തുന്നു. സീറ്റിലിരിക്കുമ്പോൾ കൈൽ കാർസണോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു അവസരം കൂടി തരണം. ഈ ഫ്ലൈറ്റ് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യാനായിട്ടുള്ള അവസരമാണ് അവൾ ചോദിച്ചത്. കൈലിൻ്റെ ആ ഒരു ആവശ്യം കാർസൺ പരിഗണിക്കുകയാണ്. ഞാൻ ചെന്ന് ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞ് കാർസൺ അവൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കൈലിയുടെ മേൽ ഒരു കണ്ണുണ്ടാകണമെന്ന് പറഞ്ഞ് സ്റ്റെഫിനിയെ അവളെ ഏൽപ്പിച്ചിട്ടാണ് കാർസൺ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ക്യാപ്റ്റൻ്റെ അടുത്തേക്കല്ലായിരുന്നു കാർസൺ പോയത്. ആരും കാണാതെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു കാർഗോ സെക്ഷനിലേക്കാണ് കാർസൺ നടന്നു നീങ്ങിയത്. കാർഗോ സെക്ഷനിലുള്ള ഡേവിഡിൻ്റെ ശവപ്പെട്ടിയുടെ അടുത്തേക്കാണ് അവൻ ചെന്നത്. കാർസണ് ആ ശവപ്പെട്ടിയുടെ നമ്പർ ലോക്ക് അറിയാമായിരുന്നു. അയാളത് തുറന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന 2 ബോംബുകളും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിറ്റോണേറ്ററും അയാൾ എടുത്തു. യഥാർത്ഥത്തിൽ കാർസൺ എന്ന ആ ഒരു സ്കൈ മാർഷലിൻ്റെ കളികളായിരുന്നു ഇവയെല്ലാം. കൈലിനെ കുടുക്കി ഗൂസ് ബേ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറക്കുക എന്ന് പറയുന്നത് അയാൾ നടത്തിയ ഒരു വലിയ തന്ത്രമായിരുന്നു. കാർഗോ സെക്ഷനിൽ നിന്ന് നടന്നു നീങ്ങി അവൻ ഏവിയോണിക് സെക്ഷനിലേക്ക് കയറി ചെന്നു. അതിനുശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 2 എക്സ്പ്ലോസീവ്സും കൂട്ടിച്ചേർത്ത് വെച്ച് ആ ഫ്ലൈറ്റിൻ്റെ സൈഡിലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവൻ ചേർത്ത് വെക്കുകയാണ്. ആ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂലി എന്ന പെൺകുട്ടിയെ ബന്ദിയാക്കി ആ ഒരു സൈഡിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. അതും ചെയ്തത് ഈ കാർസൺ തന്നെയായിരുന്നു. ജൂലി ഉറക്കത്തിലായതുകൊണ്ട് അവളൊന്നും അറിയുന്നില്ല. ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ജീൻ കാർസൺ എന്ന് പറയുന്ന ആ ഒരു സ്കൈ മാർഷലാണ്. ജീൻ കാർസൺ എന്ന ആ ഒരു സ്കൈ മാർഷൽ മാത്രമല്ല ഈ ഒരു തന്ത്രത്തിന് പിന്നിൽ. ആ ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫായിട്ടുള്ള സ്റ്റെഫനിയും ഇയാളുടെ കൂടെയുള്ള ഒരാളായിരുന്നു. കാർസണും സ്റ്റെഫനിയും ഒരുമിച്ച് ചേർന്ന് ആ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാനായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ ഹൈജാക്ക് ചെയ്തിട്ട് മോചന ദ്രവ്യമായിട്ട് കൈലിയുടെ പേരിൽ ഒരു 50 മില്യൺ എടുക്കുക എന്നതാണ് അവരുടെ പ്ലാൻ. അവരുടെ ആ ഒരു പ്ലാനിൽ കൈലിനെ ബലിയാടാക്കുക, അതായിരുന്നു അവരുടെ പദ്ധതി. അവരിപ്പോൾ യാത്ര ചെയ്യുന്ന ആ ഒരു ഫ്ലൈറ്റിൻ്റെ എല്ലാ ഘടനയും അതിൻ്റെ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള കൈലിനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു ഹൈജാക്ക് നടക്കുമ്പോൾ അധികാരികൾ കൈലിനെ തന്നെ സംശയിക്കും. അതുകൊണ്ട് അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ജൂലിയെ തട്ടിയെടുത്തതും ആ 2 ബോംബ് എക്സ്പ്ലോസീവ്സ് ഡേവിഡിൻ്റെ ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചതും. ഏവിയോണിക് സെക്ഷനിൽ നിന്ന് കാർസൺ നേരെ ചെന്നത് ക്യാപ്റ്റൻ മാർക്കസിൻ്റെ അടുത്തേക്കാണ്. ക്യാപ്റ്റൻ മാർക്കസിനോട് അയാളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അത് കൈലിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് കാർസൺ മാർക്കസിനോട് കാര്യം പറഞ്ഞത്.
കൈൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമ്മുടെ പ്ലെയിനിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഫ്ലൈറ്റിൻ്റെ കാർഗോ സെക്ഷനിൽ അവൾ 2 എക്സ്പ്ലോസീവ്സും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. മോചനദ്രവ്യമായിട്ട് അവൾ പറയുന്ന അക്കൗണ്ടിലേക്ക് 50 മില്യൺ ഇട്ടില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും ആ ഒരു എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ഈ ഫ്ലൈറ്റ് തകർക്കും. കയ്യിൽ തന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് കാർസൺ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ മാർക്കസിന് കൊടുക്കുന്നത്. ആ ഒരു അക്കൗണ്ടിലേക്ക് വേണം 50 മില്യൺ ട്രാൻസ്ഫർ ചെയ്യാൻ. മാർക്കസിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം കാർസൺ നേരെ ചെന്നത് സ്റ്റെഫനിയുടെ അടുത്താണ്. അവർ രണ്ടുപേരുടെയും ഹൈജാക്ക് പ്ലാനിൽ അവർക്ക് ആ മോചനദ്രവ്യമായിട്ടുള്ള 50 മില്യൺ കിട്ടിക്കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ടും ആ പ്ലെയിനിനെ തകർക്കും. ആ പ്ലെയിനിൽ പെട്ടിരിക്കുന്ന ആ ജൂലി എന്ന് പറയുന്ന പെൺകുട്ടിയോട് കൂടെ തന്നെ ആ പ്ലെയിനിനെ തകർക്കാനാണ് അവരുടെ പ്ലാൻ. അതിനുശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരിയായിട്ട് നമ്മൾ കൈലിനെ പെടുത്തും. കാർസൻ്റെ ആ ഒരു പദ്ധതി സ്റ്റെഫനിയോട് അവൻ പിന്നീട് വിശദീകരിച്ച് പറയുകയാണ്. പക്ഷേ ജൂലി എന്ന പെൺകുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് കാർസൺ പറഞ്ഞപ്പോൾ സ്റ്റെഫനിക്ക് ആദ്യമേ അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ തമ്മിൽ അവിടെ ഒരു വാക്കുതർക്കമായി. പക്ഷേ അവസാനം രണ്ടുപേരും രമ്യതപ്പെട്ട് ആ ഒരു പദ്ധതിക്ക് ഒരുങ്ങി. സീറ്റിലിരിക്കുന്ന കൈലിന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കൈൽ ആ വിൻഡോയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിമാനം പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു എമർജൻസി ലാൻഡിംഗ് ആണെന്ന് അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിന് എല്ലാവർക്കും കാര്യം മനസ്സിലായി. പക്ഷേ എന്തിനാണ് പെട്ടെന്നൊരു എമർജൻസി ലാൻഡിംഗ് എന്ന് അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ ഒരു ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്യുകയാണ്. അകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും തന്നെ വെളിയിലിറങ്ങി. അവസാനമായിട്ട് ക്യാപ്റ്റൻ മാർക്കസും ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വന്നപ്പോഴാണ് ക്യാപ്റ്റൻ്റെ അടുത്ത് അവൾക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയെല്ലാം അവൾ മാപ്പ് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ക്യാപ്റ്റൻ ദേഷ്യപ്പെട്ട് അവളോട് മറുപടി പറഞ്ഞത്. നീ ചോദിച്ച 50 മില്യൺ മോചനദ്രവ്യം അത് ഞങ്ങൾ തന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ കൈലിക്ക് ശരിക്കും ആശ്ചര്യമാണ് തോന്നിയത്. മോചനദ്രവ്യമായിട്ട് 50 മില്യൺ കൈലിന് കൊടുത്തുവെന്ന്. അതുകൂടി കേട്ടപ്പോൾ കൈലിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. തന്നെ മുൻനിർത്തി ഈ കാശ് ആവശ്യപ്പെട്ടത് ജീൻ കാർസണാണ്. ആ കാര്യം അയാൾ തന്നെ കൈലിനോട് ആരും അറിയാതെ പറഞ്ഞു. ആ ഒരു അവസരം മുതലാക്കി കാർസൺ സത്യത്തെ വളച്ചൊടിച്ച് കൈലിനെ അവിടെ ഒരു ടെററിസ്റ്റ് വരെ ആക്കി. ആ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ആ മാസ്റ്റർ മൈൻഡ് കൈലിൻ്റെ ആണെന്ന് അയാൾ തന്നെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവസാനമായിട്ട് ജീൻ കാർസൺ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത്രയും പണി ഒപ്പിച്ച തന്നെ ഇത്രയും കുരുക്കിലാക്കിയ ജീൻ കാർസനെ പെടുത്തണമെന്ന വാശിയിൽ കൈൽ കുറച്ചു നേരത്തേക്ക് അവരുടെ മുൻപിൽ ഒരു ഹൈജാക്കറായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങിയ കാർസണോട് തിരിച്ച് പ്ലെയിനിനകത്തേക്ക് കയറാൻ അവൾ ആജ്ഞാപിച്ചു. ഫ്ലൈറ്റിനുള്ളിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാ സ്റ്റാഫും വെളിയിലേക്ക് ഇറങ്ങാനും അവൾ പറഞ്ഞു. അവൾ പറഞ്ഞ ആ കാര്യം കേൾക്കുകയല്ലാതെ മറ്റൊരു വഴിയും കാർസണില്ലായിരുന്നു. അവൻ തിരിച്ച് ഫ്ലൈറ്റിനകത്ത് കയറാതിരുന്നാൽ അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിനും പൈലറ്റിനും എല്ലാവർക്കും തൻ്റെ മേൽ സംശയം തോന്നുമെന്ന് കാർസണ് മനസ്സിലായി. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കാർസനെ മാത്രം കയറ്റി ബാക്കിയുള്ളവരെ എല്ലാം പുറത്ത് നിർത്തി. ഫ്ലൈറ്റിനുള്ളിൽ കയറി വാതിലടച്ച ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് കയ്യിൽ കാർസന്റെ തലക്കടിക്കുകയാണ്. ബോധം പോയ കാർസന്റെ കയ്യിൽ അവിടെ കെട്ടിവെക്കുകയും അതിനുശേഷം അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബോംബിൻ്റെ ഡിറ്റോണേറ്റർ എടുക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് അകത്തൊളിച്ചിരുന്ന സ്റ്റെഫനി ഇറങ്ങി വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ ബോധം പോയ കാർസനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം ഓടി രക്ഷപ്പെട്ട കൈലിനെ തൊട്ടുപുറകെ തന്നെ അവളെ പിടിക്കുന്നതിനായിട്ട് അവൻ പുറകെ ഓടുകയാണ്. ഓടിക്കൊണ്ടിരുന്ന കൈലിന് നേരെ അവൻ വെടിവെക്കുന്നുണ്ടെങ്കിലും കൈൽ പെട്ടെന്ന് കോക്പിറ്റിലേക്ക് കയറി വാതിലടച്ചു. കോക്പിറ്റിൽ നിന്ന് മുകളിലത്തെ വാതിൽ തുറന്ന് അവൾ ഫ്ലൈറ്റിൻ്റെ മുകളിലത്തെ തട്ടിൽ കയറിയിരിക്കുകയാണ്. താഴെ നിൽക്കുന്ന കാർസനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായിട്ട് കൈൽ അവളുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനമെടുത്ത് ആ മുകളിലത്തെ തട്ടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എറിയുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി കാർസന് സംശയം തോന്നി അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോകും. ഈ സമയം നോക്കി കൈൽ പിന്നീടും കോക്പിറ്റ് തുറന്ന് ഇറങ്ങി വന്നപ്പോൾ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഒരു കുറ്റബോധമില്ലാതെ മുൻപിൽ നിൽക്കുന്ന സ്റ്റെഫനിയാണ് അവൾ കണ്ടത്. കൈൽ അവളുടെ ഉള്ളിലടങ്ങിയ ദേഷ്യം മൊത്തം സ്റ്റെഫനിയുടെ മുഖത്തേക്ക് അടിച്ചു തീർക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ സ്റ്റെഫനിയും ആ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. കൈലിനിയും എത്രയും പെട്ടെന്ന് അതിനെ അവളുടെ മോൾ ജൂലിയെ കണ്ടുപിടിക്കണം. അവൾ ആദ്യമേ തന്നെ ഫ്ലൈറ്റിൻ്റെ ഏവിയോണിക്സിൻ്റെ സെക്ഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ ജൂലിയെ കിടക്കുന്നതാണ് അവൾ കണ്ടത്. ഒട്ടും വൈകാതെ തന്നെ കൈൽ ജൂലിയും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി വരികയാണ്. ഈ സമയം മൊത്തം കാർസൺ കൈലിനെ തിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കാർസൺ കൈലിനോടായിട്ട് ഉറക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ കൈലിൻ്റെ ഹസ്ബൻഡ് ഡേവിഡിനെ കൊന്നത് കാർസണാണ്. അങ്ങനെ അവൻ്റെ ശവപ്പെട്ടിയിൽ ഈ എക്സ്പ്ലോസീവ്സ് കടത്താനും അതുവഴി ഈ പ്ലെയിനിനെ ഹൈജാക്ക് ചെയ്യാനുമായിരുന്നു അവൻ്റെ പ്ലാൻ. ശവപ്പെട്ടിയിൽ ചെക്കിങ് കുറവായതുകൊണ്ടാണ് അവൻ എക്സ്പ്ലോസീവ്സ് അതിൽ വെച്ചത്. അവസാനം ഹൈജാക്കിംഗ് എല്ലാം കഴിഞ്ഞ് 50 മില്യൺ കൈ കിട്ടിക്കഴിയുമ്പോൾ കൈലിനെ ഈ കേസിൽ പെടുത്തുക എന്നതായിരുന്നു കാർസന്റെ പദ്ധതി.
അവൻ നടത്താനിരുന്ന ആ പദ്ധതികളെല്ലാം അവൻ ഉറക്കെ തന്നെ കൈലിനോട് പറയുകയാണ്. അവിടെ ഫ്ലൈറ്റിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന് കൈൽ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കൈൽ ഉടൻ തന്നെ അവളുടെ മകൾ ജൂലിയും പിടിച്ചുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റിൽ കയറി ഒളിക്കുകയാണ്. ഫ്ലൈറ്റിൽ എന്തെങ്കിലും അപകടമോ സ്ഫോടനമോ നടന്നാൽ പാസഞ്ചേഴ്സിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റാണത്. അതിലാണ് കൈൽ കയറിയിരുന്നത്. കൈൽ അതിനകത്തേക്ക് കയറിയപ്പോഴേക്കും കാർസൺ അവളെ കണ്ടുപിടിച്ചിരുന്നു. കാർസൺ ഉടൻ തന്നെ അവൻ്റെ തോക്കെടുത്ത് കൈലിനെ വെടിവെക്കാൻ വന്നപ്പോൾ കൈൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബോംബിൻ്റെ ഡിറ്റോണേറ്റർ എടുത്ത് ബട്ടണിൽ അമർത്തിയതിനു ശേഷം അവൾ പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാർസൺ ഉണ്ടായിരുന്ന ഭാഗവും ആ ബോംബ് വെച്ച ഭാഗവുമെല്ലാം ആ ഫ്ലൈറ്റോട് കൂടി പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷേ കൈലും ജൂലിയും അങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒളിച്ചിരുന്നത് കൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പവും വന്നില്ല. അവിടെ നടന്ന ആ വലിയൊരു സ്ഫോടനത്തിൽ ആ ഒരു പൊട്ടിത്തെറിയിൽ കാർസൺ മരണപ്പെടുകയാണ്. ഫ്ലൈറ്റിന് വെളിയിൽ നിന്ന് പാസഞ്ചേഴ്സും ക്രൂവും ആ സ്റ്റാഫുകളും എല്ലാവരും ഈ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നത് കാണുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കൈൽ അവളുടെ മകളെ തോളിലിട്ടുകൊണ്ട് അവരുടെ മുൻപിൽ കൂടെ നടന്നു വരികയാണ്. കൈൽ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് അവരുടെ മുൻപിൽ കൂടെ നടന്നു വന്നപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെയാണ് അവളെ നോക്കിയത്. ഇത്രയും നേരവും അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അവരാരും തന്നെ അവളെ വിശ്വസിച്ചില്ല. അവൾ നമ്മളോടെല്ലാവരോടും സത്യം മാത്രമായിരുന്നു പറയാൻ ശ്രമിച്ചത്. അവളെ വിശ്വസിക്കാത്തത് മൂലമുള്ള കുറ്റബോധമാണ് അവിടെയുള്ള ക്യാപ്റ്റൻ മാർക്കസിനും സ്റ്റാഫിനും അവിടുത്തെ യാത്രക്കാർക്കുമെല്ലാം. അങ്ങനെ ആ യാത്രക്കാരും ക്യാപ്റ്റനും കൈലും അവളുടെ മകളും എല്ലാവരും എയർപോർട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കൈലിൻ്റെ അരികിലേക്ക് ക്യാപ്റ്റൻ മാർക്കസ് വന്ന് അവളോട് ക്ഷമ ചോദിക്കുകയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങൾ അല്പമെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം പോലും അവിടെ സംഭവിക്കത്തില്ലായിരുന്നു. അയാൾ തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അവളോട് മാപ്പ് ചോദിച്ചു. അതേസമയം തന്നെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സ്റ്റെഫിനിയെ FBI ഏജൻറ്റും പോലീസുകാരും പിടിച്ചിരുന്നു. ഫ്ലൈറ്റിലെ സ്റ്റാഫായിരുന്നിട്ടും ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിനെയും ക്യാപ്റ്റനെയും എല്ലാവരെയും ചതിച്ചതിന് അവളെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിൻ്റെ കൂടെ തന്നെ ഡേവിഡിൻ്റെ ശവപ്പെട്ടിയിൽ ആ ബോംബ് വെക്കാൻ സഹായിച്ച ഹോസ്പിറ്റലിലെ മോർച്ചറി ഡയറക്ടറിനെയും അവർ അറസ്റ്റ് ചെയ്തു. കയ്യിൽ അങ്ങനെ അവളുടെ മകളെയും പിടിച്ചുകൊണ്ട് ആ യാത്രക്കാരുടെ മുൻപിൽ കൂടെ നടന്നു പോവുകയാണ്. അവിടെയുള്ള യാത്രക്കാരുടെ എല്ലാം മുഖത്ത് അവളെ വിശ്വസിക്കാത്തത് മൂലമുള്ള, അവൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതെ അവൾ എതിർത്തത് മൂലമുള്ള കുറ്റബോധമായിരുന്നു അവരുടെ എല്ലാവരുടെയും മുഖത്ത്. കയ്യിൽ അങ്ങനെ ജൂലിയെ അവിടെ ഉണ്ടായിരുന്ന വാനിൽ കയറ്റി ഇരുത്തുകയാണ്. അപ്പോഴാണ് ജൂലിക്ക് അവളുടെ ബോധം തിരിച്ചു കിട്ടിയത്. ഇത്രയും നേരം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ജൂലിയ എന്ന ചെറിയ പെൺകുട്ടിക്ക് ഒരു ഓർമ്മയുമില്ല. അവരങ്ങനെ ആ എയർപോർട്ടിൽ നിന്ന് യാത്ര പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ആ ഒരു ഈജിപ്തുകാരനും കൈലിൻ്റെ അടുത്ത് വന്ന് അവളോട് മാപ്പ് ചോദിച്ചു. അതുകൂടാതെ തന്നെ അവളുടെ ബാഗ് ആ വാനിൽ എടുത്തു വെക്കാനും അയാൾ സഹായിക്കുകയാണ്. കൈലിൻ്റെ അവസരോചിതമായ ഇടപെടൽ കാരണം അവൾക്ക് അവളുടെ മകളെ തിരിച്ചു കിട്ടി. അതുമാത്രമല്ല, വലിയൊരു രാജ്യദ്രോഹ കുറ്റവും വലിയൊരു കുറ്റകൃത്യവും ചെയ്യാൻ പ്ലാൻ ചെയ്ത കാർസണെയും സ്റ്റെഫിനെയും കൊടുക്കാനും അവൾക്ക് സാധിച്ചു. ആ ഒരു സന്തോഷത്തിലും ആ ഒരു സമാധാനത്തിലും കയ്യിൽ തിരികെയും അവളുടെ മകളുടെ കൂടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്.